മോട്ടിവേഷണൽ സ്പീക്കർ എന്നുള്ളത് പല ആളുകൾ എനിക്ക് തന്ന ഒരു ടൈറ്റിലാണ്. ഇപ്പോൾ അങ്ങനെ പറഞ്ഞെങ്കിലേ എല്ലായിടത്തും ഒക്കത്തുള്ളൂ എന്നുള്ളൊരവസ്ഥയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലൈഫിലെല്ലാം പോസിറ്റീവ് സംഭവിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ലൈഫ് തന്നെ പോസിറ്റീവ് ആകണമെന്നും നിർബന്ധമില്ല. അതങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. ആദ്യമൊക്കെ ചോദിക്കുമായിരുന്നു, ഇത് നിങ്ങളുടെ കാര്യമാണോ പറയുന്നത്, നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണോ ചോദിക്കും. ഇപ്പം അങ്ങനെ ചോദ്യങ്ങളില്ല. കാരണം ഇവർക്ക് ഇപ്പം അറിയാം, എല്ലാവരെയും റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് കോണ്ടന്റ് ക്രിയേറ്ററിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഈ സെൽഫ് കെയർ എന്ന് പറയുന്ന സംഭവമൊക്കെ നമ്മുടെ നാട്ടിൽ ടോക്സിക് ആയിരുന്നു പണ്ട്. ഒരു വീട്ടിൽ നിന്ന് സ്വന്തം കാര്യം നോക്കുക എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു. നമസ്കാരം, ഞാൻ ഷിനോദ് മാത്യു. നിങ്ങൾ പലരും സവാരി ബൈ ഷിനോദ് മാത്യു എന്ന സോഷ്യൽ മീഡിയ ചാനലിലൂടെ പരിചയമുണ്ടായിരിക്കും. എന്നെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്, മോട്ടിവേഷണൽ സ്പീക്കർ, അതോടൊപ്പം തന്നെ പ്രൊഫഷണലി ഒരു സോഷ്യൽ വർക്കറാണ്. ഞാനിപ്പോൾ കോഴിക്കോട് KLFൻ്റെ അപ്പോസ്റ്റഫീസ് എന്ന പരിപാടിയിൽ ഇപ്പോൾ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ നമ്മൾ കോണ്ടന്റ് ക്രിയേറ്റർ എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടി ആക്റ്റീവ്ലി ചർച്ച ചെയ്യുന്ന ഒരു സമയത്താണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒരു ബൂം ടൈം എന്നൊക്കെ പറയുന്ന ഒരു സമയത്താണ് നിൽക്കുന്നത്. ആ സമയത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ പോലൊരു ഫെസ്റ്റിവൽ ക്രൗഡിനെ കാണാൻ പോകുന്നതിൽ എത്ര എക്സൈറ്റഡ് ആണ്? ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. കാരണം ഞാൻ TV-ക്കകത്തൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരു ക്രൗഡാണ്. പലവട്ടം ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ചാണ്. ആ സമയത്ത് നമ്മൾ നാട്ടിലില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ടായിരുന്നു. ഈ വർഷം എല്ലാം കൂടെ ഒത്തുവന്നു. ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ആണെന്ന് പറയുമ്പോഴും ആർട്സിൻ്റെ ഫോം ഇങ്ങനെ കാലാകാലങ്ങളിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് എല്ലാ അർത്ഥത്തിലും. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം സാഹിത്യ താല്പര്യമുള്ള ഒരു ഓഡിയൻസിനെ അഭിമുഖീകരിക്കുന്നതിനും സംഭാഷണം നടത്തുന്നതിനുമൊക്കെ കഴിയുക, അതിനുള്ളൊരു അവസരം കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് കരുതുന്നത്. ഇപ്പം ചിലരുടെ വീഡിയോ കാണുമ്പോൾ അറിയാം, കൂടുതൽ ടു സെൽഫ് എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് കാണുമ്പോൾ നമ്മുടെ കാര്യം പറയുന്ന പോലെ ഒരു ഫീലിലാണ് എപ്പോഴും സംസാരിക്കുന്നത്. പക്ഷേ ഇവിടെയുള്ള സെഷൻസ് ആകട്ടെ, അതല്ലെങ്കിൽ ഇവിടെയുള്ള ഇൻട്രാക്ഷൻസ് ഒക്കെ ആകട്ടെ, ആളുകൾ വളരെ തുറന്ന സംസാരം ആഗ്രഹിക്കുന്ന ഒരു ഓഡിയൻസും ഉണ്ടാവും. ഇങ്ങനെയുള്ള ആളുകളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ആസ് എ ക്രിയേറ്റർ എങ്ങനെയാണ് നമ്മളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുക? എപ്പോഴും നമ്മൾ കണ്ടന്റ് ചെയ്യുന്നു, നമ്മൾ ഓരോ മെസ്സേജസ് കൊടുക്കുന്നു എന്നതിനപ്പുറം ആളുകളിൽ നിന്നുള്ളൊരു ടേക്ക് അവേ ആസ് എ ഗസ്റ്റ് എങ്ങനെയാണ് കാണുക? ഇത്രയും വലിയ ഒരു ഓഡിയൻസ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടായിരിക്കും ഫേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത്രയും ആളുകളുടെ എക്സ്പീരിയൻസ്, അതും വളരെ ഒരു ഡൈവേഴ്സ് പോപ്പുലേഷൻ ആണല്ലോ ഇവിടെ വരുന്നത്. പല മേഖലകളിലുള്ളവർ ഇവിടെ വരുന്ന സ്പീക്കേഴ്സിനെയൊക്കെ ഞാൻ കുറച്ച് പേരെ പരിചയപ്പെട്ടപ്പോൾ തന്നെ മനസ്സിലായി, വളരെയധികം വൈവിധ്യമാർന്ന മേഖലകളിലുള്ളവരാണ് വരുന്നത്. അപ്പോൾ അവരുടെ അനുഭവങ്ങൾ നമുക്ക് കേൾക്കുക എന്ന് പറയുന്നത് വല്ലപ്പോഴും കിട്ടുന്ന ഒരു അനുഭവമാണ്. സോഷ്യൽ മീഡിയയിൽ നമുക്ക് കമൻറ്റ് ബോക്സ് ഉണ്ട്. പക്ഷേ കമൻറ്റ് ബോക്സ് എന്ന് പറഞ്ഞാലും അത്ര ഒരു നേരിട്ടുള്ളൊരു അനുഭവം നമുക്ക് ഫീൽ ചെയ്യുകയില്ല. ഇപ്പോൾ ഓഡിയൻസിൻ്റെ അടുത്തുനിന്ന് തന്നെ ഡയറക്റ്റ് നമുക്കിത് കേൾക്കാൻ സാധിക്കുന്നു. നമ്മൾ പറയുന്ന അവരന്നേരം തന്നെ റിയാക്ട് ചെയ്യുന്നു. അവരുടെ മുഖത്ത് നിന്ന് നമുക്ക് ഇമോഷൻസ് അറിയാൻ പറ്റും. ഇതൊക്കെയെന്ന് പറയുന്നത് വല്ലപ്പോഴും കിട്ടുന്ന ഒരു അവസരമാണ്. തീർച്ചയായിട്ടും അത് വലിയൊരു എക്സ്പീരിയൻസ് തരുന്ന ഒരു അവസരം തന്നെയാണ് ഈ സ്റ്റേജിലുള്ള ഈ പെർഫോമൻസ്. ഒരു മോട്ടിവേഷണൽ സ്പീക്കർ എന്ന് പറയുമ്പം ഏത് ക്രൗഡിനെ എപ്പോൾ കിട്ടിയാലും ചാർജ് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു ഫോമിലായിരിക്കുമല്ലോ, അല്ലെങ്കിൽ അവർക്ക് അത്രയും ഒരു ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടൊരു മെസ്സേജ് നമുക്ക് കൊടുക്കാൻ പറ്റണം എന്നായിരിക്കുമല്ലോ. പക്ഷേ ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ എപ്പോഴും അങ്ങനെ ഒരു ഹൈയിൽ നിൽക്കുന്നുണ്ടാവില്ല. നമുക്ക് ഇന്നർ ഇമോഷൻസ് ഒക്കെ ഉണ്ടാകും. ആ പ്രതിസന്ധികൾക്കിടയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ടെൻഷനിലൊക്കെ നിൽക്കുമ്പോഴും ഒരു വേദി കിട്ടിയാൽ എങ്ങനെയാണ് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ മൈൻഡിൽ ഫുൾ കട്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇതാണ് ചെയ്യാൻ പോകുന്നത് മാത്രം ആലോചിക്കുമോ, അതോ അത് മനസ്സിലുണ്ട് പക്ഷെ അത് മാക്സിമം കവറപ്പ് ചെയ്യാൻ ശ്രമിക്കും? എങ്ങനെയാണ് ആ ഒരു കോൺഫ്ലിക്റ്റ് നേരിടുക? ഒന്നാമത്തെ കാര്യം, മോട്ടിവേഷണൽ സ്പീക്കർ എന്നുള്ളത് പല ആളുകൾ എനിക്ക് തന്ന ഒരു ടൈറ്റിലാണ്. ഇപ്പോൾ അങ്ങനെ പറഞ്ഞെങ്കിലേ എല്ലായിടത്തും ഒക്കത്തുള്ളൂ എന്നുള്ളൊരവസ്ഥയായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് നിരാകരിക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞിട്ടുള്ളത്, എൻ്റെ ഇൻസ്റ്റാഗ്രാം റീൽസിലെല്ലാം പറഞ്ഞിട്ടുള്ളത് റിയൽ ലൈഫ് കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ഒരു സൈഡ് മാത്രമല്ല, ലൈഫ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സൈഡ് മാത്രമല്ല, അത് നെഗറ്റീവ് സൈഡും ഉണ്ടാകും. ചിലപ്പോൾ ഈ നെഗറ്റീവ് സൈഡ് ഒരു അത്യാവശ്യമായിരുന്നിരിക്കണം നമുക്ക് പല കാര്യങ്ങളും പഠിക്കുന്നതിനും ലേൺ ചെയ്യുന്നതിനും. പിന്നീട് അത് ഉപയോഗിക്കത്തക്ക രീതിയിൽ ഈ നെഗറ്റീവ് എക്സ്പീരിയൻസുകൾ പോസിറ്റീവായിട്ട് തന്നെ മാറാറുണ്ട്. അതുകൊണ്ട് തന്നെ ലൈഫിലെല്ലാം പോസിറ്റീവ് സംഭവിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ലൈഫ് തന്നെ പോസിറ്റീവ് ആകണമെന്നും നിർബന്ധമില്ല. അതങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. ഇപ്പോൾ ഒരു പൂ പൂക്കുന്നത് പോലെയും ഒക്കെ അങ്ങനെ സംഭവിച്ചു പോകുന്നത് തന്നെയാണ് ലൈഫ്. പിന്നെ നമുക്ക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ പറയുന്നതിനകത്തുനിന്ന് ആളുകൾക്ക് ഇൻസ്പിറേഷൻ കിട്ടുന്നുണ്ട്, മോട്ടിവേഷൻ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ടാണ് ആളുകൾ എനിക്ക് മോട്ടിവേഷൻ സ്പീക്കർ എന്ന് വിളിക്കാൻ തുടങ്ങി. ഇപ്പോൾ എനിക്കത് ഒഴിവാക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിപ്പോയി. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും പറഞ്ഞാൽ നിർത്തിയിട്ടിരിക്കുന്ന ഒരു വണ്ടി നമുക്കൊന്ന് പുഷ് ചെയ്യാനുള്ള ഒരു പുഷ് മാത്രമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വണ്ടി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻസി, ഹാർഡ് വർക്ക്, ഡിസിപ്ലിൻ
ഇതൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സാഹചര്യത്തിൽ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള വായനകൾ, ചില ആളുകളുടെ സംസാരങ്ങളുമൊക്കെ നമുക്കൊരു ഡിഫറെൻ്റ് ആംഗിളിൽ നിന്ന് കാര്യങ്ങളെ നോക്കാനായിട്ട് നമ്മളെ സഹായിക്കും. ഇങ്ങനെ ഒരു പോയിൻ്റ് അവിടെ ഉണ്ട്, അല്ലെ നമ്മൾ കാണാത്തൊരു പോയിൻ്റ് ഉണ്ട്. നമുക്കതിനെ ഈ രീതിയിൽ എടുക്കാം. നമ്മളോട് ആളുകൾ എന്ത് ചെയ്യുന്നു, എന്ത് പെരുമാറുന്നു എന്നുള്ളതല്ല, നമ്മൾ എന്ത് പ്രതികരിക്കുന്നു എന്നുള്ളത് മാത്രമേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പം നമുക്ക് അതിനോട് എങ്ങനെ പ്രതികരിക്കാം എന്നതിനെ സഹായിക്കാനായിട്ട് ഇങ്ങനെയുള്ള സ്പീച്ചുകളും പിന്നെ ബുക്കുകളും ഒക്കെ എന്നെ ധാരാളം സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ആളുകളെ അത് അങ്ങനെ സഹായിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാനും. പക്ഷേ വീഡിയോ കാണുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ കാര്യം ഈ പറഞ്ഞ പോലെ ഇതിങ്ങനെ ആയിരുന്നിരിക്കാം എന്ന് ചിന്തിക്കുന്ന പോലെ ഉണ്ട്. പക്ഷേ ഏതെങ്കിലും സമയത്ത് നമ്മൾ ഒരു വീഡിയോയിലൂടെ അതല്ലെങ്കിൽ നമ്മുടെ ഒരു വാക്കിലൂടെ ഒരുപാടധികം ആളുകൾ ഇൻസ്പയർ ചെയ്യുന്നു എന്നുള്ളത് ചിലതൊക്കെ പറയണോ വേണ്ടേ എന്നുള്ള തോന്നൽ ഉണ്ടാക്കാറുണ്ടോ? അതായത് ഇത് എൻ്റെ കാര്യമാണെന്ന് പറഞ്ഞാലും താങ്കൾ പറയുന്നത് പോലെ ഇപ്പോൾ നിങ്ങളെ ഒരാൾ നിങ്ങളുടെ സമയത്തിന് തീരെ വില കൽപ്പിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ ഒരുപാട് തവണ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തൊരു ഡിയർ ഫ്രണ്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഫ്രണ്ട് നിങ്ങൾ എത്ര വാല്യൂ ചെയ്യുന്നു എന്നുള്ള കുറേ തോട്ട്സ് ഉണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും ഇത് ഒത്തിരി പേര് കേൾക്കുന്നതുകൊണ്ട് എന്നെ കുറച്ച് പോളിഷ് ചെയ്തേക്കാം എന്ന് തോന്നാറുണ്ടോ? ഇപ്പം ആസ് റിയൽ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എപ്പോഴും പറയുന്നത് സ്വന്തം അനുഭവങ്ങളല്ല. ഒരുപക്ഷെ സ്വന്തം അനുഭവങ്ങളാണ് പറയുന്നത് എന്ന് തോന്നത്തക്ക രീതിയിലോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അങ്ങനെ ഫീൽ ചെയ്യത്തക്ക രീതിയിലോ ആയിരിക്കും ഇത് അവതരിപ്പിക്കുന്നത്. എല്ലായ്പ്പോഴും അത് സ്വന്തം അനുഭവങ്ങളാകണമെന്നില്ല. അവർ കാണുന്ന കാര്യങ്ങളും അവരെവിടെയെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളുമൊക്കെ കോണ്ടന്റ് ക്രിയേറ്റർ പറയും. അത് സ്വന്തം അനുഭവം ആവണമെന്നല്ല. എഴുത്തുകാരും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഫിലിം മേക്കിംഗ് പ്രോസസ്സും എല്ലാം ഏകദേശമൊക്കെ അതുപോലൊക്കെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ എനിക്ക് ഈ പറയുന്നത് പോലെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അയ്യോ, ഞാൻ ഇതിങ്ങനെയൊക്കെ ചെയ്തു എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ നമ്മളെ പറ്റിയുള്ള ഒരു ഇമേജ് എന്താകും എന്നുള്ള ധാരണയൊക്കെ തുടക്കത്തിലുണ്ടായിരുന്നു. പക്ഷെ പിന്നെ അത് മാറി. കാരണം ആളുകൾക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ഉദ്ദേശിക്കുന്നത് സ്വന്തം അനുഭവം, ബയോഗ്രഫി ഇങ്ങനെ ഒന്ന് പറയുകയല്ല. എല്ലാ കാര്യങ്ങളും, ലോകത്തിലെ പല തത്വങ്ങളും പല സംഭവങ്ങളെയൊക്കെ ഉൾക്കൊള്ളിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലാക്കുന്നതിനുള്ള ബോധം നമ്മുടെ ഓഡിയൻസിനുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ ചോദിക്കുമായിരുന്നു, ഇത് നിങ്ങളുടെ കാര്യമാണോ പറയുന്നത്, നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണോ ചോദിക്കും. ഇപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങളില്ല. കാരണം ഇവർക്ക് ഇപ്പം അറിയാം, എല്ലാവരെയും റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഒരു കോണ്ടന്റ് ക്രിയേറ്ററിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് റിലേറ്റ് ആകുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് റിലേറ്റ് ആകണമെന്ന് അത്ര നിർബന്ധമില്ലെങ്കിലും അവർക്ക് റിലേറ്റ് ആകുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പം സെൽഫ് കെയർ അല്ലെങ്കിൽ സെൽഫ് ലവ്, മെൻ്റൽ ഹെൽത്ത്, മെൻ്റൽ വെൽനെസ് എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടി വലിയ പ്ലാറ്റ്ഫോമുകളിൽ കുറച്ചുകൂടി ഗ്ലോബലി ഒക്കെ ചർച്ച ചെയ്ത് വരുന്നു. കൂടുതൽ നമ്മൾ പറയുന്ന ഈ ഫാമിലിയർ ഫേസസ്, സെലബ്സ് ഒക്കെ അതിനെപ്പറ്റി ചർച്ച ചെയ്ത് വരുമ്പോൾ കുറേ കൂടി ആളുകളിലേക്ക് എത്തുന്നുണ്ട്. ശരിക്കും നമ്മുടെ നാട്ടിൽ ഇതിനൊക്കെയുള്ള ഒരു സ്പേസ് ഇപ്പം ഈ പറഞ്ഞ പോലെയാണ് ജെൻസി ആളുകൾ കൂടുതലായിട്ട് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നു. ഇപ്പം രാവിലെ 10 മണി മുതൽ രാത്രി 12 മണി വരെ ജോലി ചെയ്തിരുന്ന ഒരു തലമുറ, അല്ലെങ്കിൽ 8-10 മണിക്കൂർ ജോലി ചെയ്തൊരു തലമുറയിൽ നിന്ന് മാറി ഇപ്പോൾ ഉള്ള കുട്ടികൾ, യങ് ജനറേഷൻ സ്പെഷ്യലി, അവർ കറക്റ്റ് ഒരു ഡിസ്കണക്റ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഈ ഒരു ചർച്ചകൾ, നമുക്ക് നമ്മളെ സ്നേഹിക്കാനും നമ്മളെ നോക്കാനും സമയം കണ്ടെത്തണം എന്നുള്ള ചർച്ചകൾ ഇപ്പോൾ കുറച്ചുകൂടി വൈഡറായിട്ട് പോകുന്നതും അത് ജെൻസി അല്ലെങ്കിൽ യങ് ജനറേഷൻ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അല്ല, അതിനകത്ത് ഉൾപ്പെടുത്തേണ്ട ഒരു പോയിന്റ് സോഷ്യൽ മീഡിയ തന്നെയാണ്. സോഷ്യൽ മീഡിയയിലൂടെയാണ് ലോകത്തിൻ്റെ പല ഭാഗത്തുമുള്ള ചർച്ചകൾ നമ്മുടെ കൈകളിൽ, നമ്മുടെ വീടുകളിൽ മുറിക്കകത്തിരിക്കുന്ന ഒരാളുടെ, ഇപ്പോൾ ഒരു ഹൗസ് വൈഫ് ആണെങ്കിൽ അവരുടെ കൈകളിലോട്ട് എത്തിയത് സോഷ്യൽ മീഡിയ വഴിയാണ് കൂടുതൽ. പ്രിൻറ്റഡ് മീഡിയയിലുണ്ട്, പണ്ട് മുതലേ തന്നെ ഉണ്ട്. പക്ഷേ പ്രിൻറ്റഡ് മീഡിയയ്ക്കൊക്കെ ഒത്തിരി ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു ആ കാര്യത്തിൽ. തന്നെയല്ല, ഈ സെൽഫ് കെയർ എന്ന് പറയുന്ന സംഭവമൊക്കെ നമ്മുടെ നാട്ടിൽ ടോക്സിക് ആയിരുന്നു പണ്ട്. എസ്പെഷ്യലി വീട്ടമ്മമാരുടെ കാര്യത്തിലൊക്കെ ടോക്സിക് ആയിരുന്നത്. ഒരു വീട്ടമ്മ സ്വന്തം കാര്യം നോക്കുക എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു. സ്വന്തം കാര്യത്തിനായിട്ട് സമയം ചെലവഴിക്കുന്നു എന്ന് പറയുന്നത് നല്ല ക്യാരക്ടറല്ല, ടോക്സിക് ക്യാരക്ടറാണ്. പക്ഷേ ആരാണ് വലിയ ഉത്തമയായ ഒരു വീട്ടമ്മ എന്ന് പറയുന്നത്? സ്വയം ഇല്ലാതായി മറ്റുള്ളവർക്ക് വേണ്ടി തീർന്നത്. അവരെയാണ് നമ്മൾ വാഴ്ത്തി പുകഴ്ത്തുന്നത്. ഈ ആനകളെ പറ്റിയൊക്കെ വീരചരിതങ്ങളൊക്കെ എഴുതുമെന്ന് പറഞ്ഞ പോലെ, ആ അമ്മ എത്ര നല്ല അമ്മയായിരുന്നു, ആ അമ്മ ഉരുകി തീരുകയായിരുന്നു, ആ അമ്മ സ്വയം നശിക്കുകയായിരുന്നു, സ്വയം തീരുകയായിരുന്നു എന്നുള്ളത് നമുക്കറിയില്ല. ജെൻസിക്ക് കിട്ടിയ ഭാഗ്യം ഈ സോഷ്യൽ മീഡിയ റവല്യൂഷനാണ്. ഇൻ്റർനെറ്റ് വന്നു, സോഷ്യൽ മീഡിയ വന്നു, എല്ലാ ഐഡിയാസും കാര്യങ്ങളും വരാൻ വന്നു. തന്നല്ല ഈ പണ്ടത്തെ പോലെ ഈ പോളിഷ് ചെയ്ത് പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ അവർ ഇച്ചിരി മടി കാണിക്കുന്നുണ്ട്. കാരണം പൊതിഞ്ഞു പറച്ചിൽ, ഇതിനകത്ത് എന്ത് ലോജിക്കാണെന്ന് ചിന്തിക്കുന്നതിനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാകുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. എനിക്ക് ജെൻസിയുടെ പല ആറ്റിറ്റ്യൂഡുകളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ ചില ആറ്റിറ്റ്യൂഡുകളും കാര്യങ്ങളുമൊക്കെ, പീപ്പിൾ പ്ലീസിങ്,
ഇതൊക്കെ നമ്മൾ ഇപ്പം ഒരു തലമുറയിൽപ്പെട്ട ആളുകൾ മുഴുവൻ മൂത്ത ഒരാൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിരിച്ച് പഞ്ചപുച്ഛമടക്കി റെസ്പെക്റ്റ് ചെയ്ത് കേട്ട് നിൽക്കുക എന്നുള്ളത് നിയമമാണ്, ഇല്ലെങ്കിൽ ശരിയല്ല. പക്ഷേ നമുക്ക് ചിരി വരുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ചിരിക്കുന്നത്? എന്തിനാണ് അവരെ പ്ലീസ് ചെയ്ത് നിർത്തുന്നത്? നമ്മൾ ഉത്തരവാദിത്വമാണ് അവരെ പ്ലീസ് ചെയ്ത് നിർത്തുക എന്ന് പറയുന്നത്. ഡിസ്റെസ്പെക്റ്റ് ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിൽ അത് ഡിസ്റെസ്പെക്റ്റ് ആണെന്ന് കരുതുന്ന ഒരു മുതിർന്ന തലമുറ ഉണ്ടായിരുന്നു. അവർ നമ്മളെ കളിയാക്കുകയോ ബോഡി ഷേമിങ് ചെയ്യുന്നത് നമ്മൾ അനുവദിച്ചു കൊടുത്തില്ലെങ്കിൽ അത് ഡിസ്റെസ്പെക്റ്റ് ആണെന്ന് കരുതുന്ന ഒരു തലമുറയായിരുന്നു. അതിനകത്തു നിന്നൊക്കെ മാറി അത് വേണ്ട, അങ്ങനെ വേണ്ട എന്ന് പറയത്തക്ക രീതിയിലുള്ള ഇത് വരുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ ജെൻസിക്ക് കിട്ടിയൊരു ഭാഗ്യമാണ് ഈ ആശയങ്ങൾ അവർക്ക് മനസ്സിലാക്കുന്നതിനും സെൽഫ് കെയറിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും ഒക്കെയുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വിദേശത്തുള്ള സ്റ്റഡീസിന് വേണ്ടി പോയവരാവട്ടെ, അവിടെ സെറ്റിൽ ആയവരാവട്ടെ, പലപ്പോഴും അവിടെ ഉള്ള ചെറിയ കാര്യങ്ങൾ പോലും വലിയ നെഗറ്റീവ് ചർച്ചയായിട്ട് വരാറുണ്ട്. അവിടെ നമ്മൾ ഒറ്റപ്പെടലാണ്, നമ്മൾ സമ്പാദിക്കുന്നതിൻ്റെ പകുതി ഭാഗം വാടക കൊടുക്കണം, അല്ലെങ്കിൽ ടാക്സ് കൊടുക്കണം എന്നൊക്കെ പറയുന്ന ഒരു പോർഷൻ എപ്പോഴും ഒരു നെഗറ്റിവിറ്റിയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. അതേസമയം ഇവിടെ നിൽക്കുന്ന പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വിചാരിക്കുന്നത് അവിടെ പോയി എങ്ങനെയായാലും സർവൈവ് ചെയ്യാം, ഇവിടെ നിൽക്കുന്നതിനേക്കാൾ ഭേദം ഉള്ളൊരു ചിന്തയുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പോഴത്തെ ഈ സ്റ്റുഡൻറ് മൈഗ്രേഷൻ പോലുള്ള വലിയ ചർച്ചകൾ വരുന്നത്. ശരിക്കും നമ്മുടെ സ്ഥലം, ജന്മസ്ഥലം അല്ലെങ്കിൽ നമ്മുടെ വീടും കുടുംബവും ഒക്കെ വിട്ട് നമ്മൾ പുതിയൊരിടത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ഒരു മൈൻഡിൽ ബേസിക്കലി ഉണ്ടാകേണ്ട തോട്ട്സ് എന്തൊക്കെയാണ്? ഇതിനകത്തൊരു ഫാക്റ്റുണ്ട്. ഏതൊരാൾക്കും താൻ ജനിച്ചു വളർന്ന തൻ്റെ സ്വന്തം നാട് തന്നെയാണ് ഏറ്റവും നല്ലത്. അതിനകത്ത് യാതൊരു മാറ്റവുമില്ല. എത്ര കഷ്ടപ്പാടുണ്ടെന്ന് പറഞ്ഞാലും എത്ര പട്ടിണിയുണ്ടെന്ന് പറഞ്ഞാലും അത് തന്നെയാണ് അവൻ്റെ ആത്മാഭിമാനത്തിനും അവൻ വെളിയിലിറങ്ങി സഹകരിക്കുന്നതിനുമൊക്കെ ഏറ്റവും നല്ലത്. പക്ഷേ ചില സാഹചര്യങ്ങളുണ്ട്, നിലനിൽക്കുന്ന ചില നമ്മുടെ പോപ്പുലേഷൻ ഒരു പ്രശ്നമാണ്, അൺഎംപ്ലോയ്മെൻ്റ് ഒരു പ്രശ്നമാണ്. അതേ സമയം തന്നെ മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നാട്ടുകാരെന്ത് കരുതും എന്ന് കരുതി ജീവിക്കേണ്ട ഒരവസ്ഥയില്ലാത്ത ഒരവസ്ഥയുണ്ട് അവിടെ. ആരും അങ്ങനെ അത്ര കെയർ ചെയ്യത്തില്ല. അവിടെയുള്ള മലയാളി കമ്മ്യൂണിറ്റി ഒരുപക്ഷെ കെയർ ചെയ്തേക്കാം. പള്ളിയിൽ പോകുമ്പോഴോ അമ്പലത്തിൽ പോകുന്നതോണോ അവർ ചോദിച്ചേക്കാം കല്യാണമൊന്നും ആയില്ലേ, കുട്ടികളൊന്നും ആയില്ല എന്നൊക്കെ ചോദിച്ചേക്കാം. അല്ലാത്ത അവസ്ഥ ജോലിയിലും ഒന്നും അത് നോക്കാതെ ജീവിക്കാം. പ്രത്യേകിച്ചും പെൺകുട്ടികൾക്കാണെങ്കിലും സ്വതന്ത്രമായിട്ട് ഇറങ്ങി നടക്കുന്നതിനൊന്നും ആരും വന്നങ്ങനെ ചോദ്യങ്ങളോ അങ്ങനെ ഉപദേശങ്ങളോ അതൊന്നും ഇല്ല എന്നുള്ളൊരു ഫാക്റ്റ് ഉണ്ട്. ഇപ്പം വെളിയിലോട്ട് പോകുന്ന ഒരാളുടെ മനസ്സിൽ എനിക്ക് തോന്നുന്നു ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ കൾച്ചറിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നതിനുള്ളൊരു മനസ്സ് കാണിക്കണം. നമുക്ക് ഇഷ്ടപ്പെടാതെ വന്നേക്കാം, നമ്മൾ വിചാരിക്കുക ഇതെന്ത് കൾച്ചറാണെന്ന് നമുക്ക് തോന്നിയേക്കാം, പക്ഷേ അതൊരു നാടിൻ്റെ കൾച്ചറാണ്. ആ നാടിൻ്റെ കൾച്ചർ അവർ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കണമെന്നും നമ്മുടെ ദേശീയ സ്റ്റൈൽ കൊണ്ടുവരണമെന്നും ഒക്കെ നമ്മൾ വാശി പിടിച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ദേശീയ സ്റ്റൈലാണ് നല്ലതെന്ന് നമ്മൾ കരുതുന്നു. നമുക്കതിന് 1000 ന്യായങ്ങളുണ്ടായിരിക്കും. എന്തൊരു കുടുംബ ബന്ധമാണിത്, എന്തൊരു വാല്യൂസാണിത്, അതൊക്കെ നമ്മുടെ നാട്, ഇവർക്ക് എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ, ഇതൊക്കെ ഓപ്പണായിട്ട് ജോലി സ്ഥലത്തൊക്കെ ഇരുന്ന് ഡിബേറ്റിൽ ഏർപ്പെടുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ സംസ്കാരം ഇതാണെന്നൊക്കെ പറഞ്ഞത് ശരിയാണ്. ഇന്ത്യൻ സംസ്കാരം നല്ലതാണ്, ഇന്ത്യക്കാർക്ക് നമുക്ക് നല്ലത് തന്നെയാണ്. ഓരോ നാടിനും അവർ വിശ്വസിക്കുന്ന പല കാര്യങ്ങളുണ്ട്, അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ വലിയ പ്രശ്നങ്ങളായിട്ടൊക്കെ കൂടുതലും വരുന്നത്. അതിന് പുറകിൽ മറ്റു പല വംശീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഇവർ പറയുന്ന കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അതെപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. ഒരു നാട്ടിൽ പോകുന്നത് നിങ്ങൾ നാട്ടിലെ പോലെ ജീവിക്കാനാണെങ്കിൽ നാട്ടിൽ ജീവിച്ചാൽ പോരെ, എന്തിനാണ് അവിടെ നാടിനെ ഇഷ്ടപ്പെടാം. നമ്മുടെ വായനയും നമ്മുടെ ഭാഷയും എഴുത്തും സംസ്കാരവും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം വീടിനുള്ളിൽ. വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് പൊക്കി കാണിച്ചുകൊണ്ട് നടക്കരുത്. അത് പലർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അതിൻ്റെ ഒത്തിരി തിക്തഫലങ്ങൾ ഇപ്പം പോകുന്നവർ അനുഭവിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്.